ഇന്ന് തുണിയോളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ മുകളിലോട്ട് കയറിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവിടെ രണ്ടുപേരും കൂടി അലക്കിക്കൊണ്ടിരിക്കുന്നത്. 2-3 ദിവസമായിട്ട് നമ്മുടെ വീടിന് മുകളിൽ വരെ ഇങ്ങനെ കാണാറുണ്ട്. ഇന്നാണെന്ന് ചോദിനെ കാണാൻ പറ്റി. നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് വന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തില്ലെങ്കിൽ മോശമാണ്. അത് കാരണം കൊണ്ട് കാലത്തെ മീൻകാരൻ വന്നിട്ടാണ് മീൻകാരന്റെ ഒരു മുള്ളം പോലത്തെ എന്തൊരു മീൻ മേടിച്ചിട്ട് അവർക്ക് ഇട്ടുകൊടുക്കാന്ന് വിചാരിച്ചു. വീട്ടിൽ അച്ഛന്റെ നിർദ്ദേശപ്രകാരം വീട്ടിൽ പെറ്റിങ് നോട്ട് അലൗഡഡ് ആണ്. എന്നാലും നമ്മൾ അറിയാനാണ് കൊടുക്കുന്നത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അറിഞ്ഞ് എന്റെ പെരടി അടിച്ച് തിരിക്കും. ഇട്ട് കൊടുത്തിട്ട് 10 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷെ ഇതുവരെ വന്നില്ല. അത് കാരണം കൊണ്ട് ഇനി നോക്കിയാൽ നമ്മുടെ സമയമൊക്കെ തെറ്റും. അത് കാരണം കൊണ്ട് ഞാൻ എന്റെ പരിപാടിക്ക് ഇതുപോലത്തെ കിടക്കാച്ചി ഫുഡുകളൊക്കെ കഴിച്ചാലാണ് നമുക്ക് നല്ലപോലെ പണിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ അടുത്തൊരു അതിഥി വന്നു. എല്ലാ ദോഷങ്ങൾ ദോഷങ്ങൾ എല്ലാം മാറട്ടെ. വിചാരിച്ചവർ മുന്നോട്ട് കയറ്റ മുത്തപ്പ. ഇവര് നായാടികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇടക്കിടക്ക് നമ്മുടെ വീടിന്റെ അവിടെയൊക്കെ വരാറുണ്ട്. ഇതുപോലെ വിരുന്ന് വരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ സന്തോഷത്തോടെയാണ് നമ്മൾ പറഞ്ഞയക്കാറുള്ളൂ. ഇന്നിനെ നമുക്ക് പുതിയൊരു കടയിലാണ് കൊടുക്കാനുള്ളത്. കട എവിടെയാ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ചോദിച്ച് വേണം പോകാനായിട്ട്. അതിനു മുന്നേ നമുക്ക് അമ്മയുടെ വീട്ടിൽ 2-3 പാക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് പണിക്കാരൊക്കെ ഉള്ള കാരണം കൊണ്ട് അവർക്ക് ചായക്കായിട്ടൊന്ന് കൊടുക്കുന്നത് ഇതാണ്. അങ്ങനെ അതും കൊടുത്ത് നമ്മൾ നമ്മുടെ പുതിയ കട തപ്പി ഇറങ്ങി. കണ്ടമാനം വഴിയുണ്ട്. ഏത് വഴി പോകണമെന്നൊരു പിടുത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഏതൊക്കെ വഴി കൂടെ പോയപ്പോൾ നമ്മൾ നമ്മുടെ കടയിലേക്ക് കുറച്ച് പേര് നമ്മളോട് ചോദിച്ചു നമ്മുടെ കമ്പനിയുടെ പേര് എന്താന്ന്. കൃഷ്ണാസ് ഫുഡ് പ്രൊഡക്റ്റ് എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത്. നിങ്ങൾ ആരെങ്കിലും മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ഇട്ടാ. അപ്പൊ അവിടുത്തെ പരിപാടി തീർത്തിട്ട് നേരെ വീട്ടിൽ വന്ന് ഇന്നിന് നമുക്ക് കുറച്ചധികം പരിപാടികളുണ്ട്. ഈ കാണുന്ന ഓടിന്റെ മുകൾഭാഗമൊക്കെ നമുക്കൊന്ന് വാർക്കാനുള്ളതാണ്. എപ്പോഴെങ്കിലും കുറച്ച് ഒഴിവ് സമയം കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ പരിപാടികൾ ഉണ്ടാവും. വാർപ്പെന്ന് കേട്ടാൽ തന്നെ എന്റെ നടു പറയും വേണ്ടട മോനെ ആ പരിപാടിക്ക് നിൽക്കണ്ടാവും. 1-2 വർഷങ്ങൾക്ക് മുമ്പ് നല്ല പോലെ നടുവേനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഓരോ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ അത് മാറ്റിയെടുത്തത്. തേപ്പ് പരിപാടി നമുക്ക് അറിയാത്ത കാരണം കൊണ്ട് നമ്മൾ ഹെൽപ്പർ ആയിട്ടാണ് നിൽക്കുന്നത്. അച്ഛനാണെങ്കിൽ അറിയാത്ത പരിപാടികളൊന്നുമില്ല. ഇന്ന് രാത്രി മഴ പെയ്യാണ്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ ചെയ്ത പരിപാടിയൊക്കെ വെറുതെ ആവും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വാർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ പിന്നെ വേഗം പ്ലേറ്റിൽ ചോറ് കൊടുത്ത് മീനും കൂട്ടിയിട്ട് ഒറ്റ പഠിച്ച് പിന്നെ നല്ല ഉറങ്ങാന്ന് കേടുന്നിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും കടയിലേക്ക് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ള വിളി വന്നു. അങ്ങനെ വേഗം വണ്ടി എടുത്തിറങ്ങി. ആ തിരക്കിനടക്കം നമ്മുടെ പാന്റും അയാളുടെ സിമെന്റിന്റെ കാര്യം കളയാനും മറന്നു. നമ്മുടെ പാന്റൊക്കെ ആരും ശ്രദ്ധിക്കാൻ വരും വഴിക്ക് അങ്ങനെ നമ്മുടെ ബ്രിട്ടോനൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അവിടെ നമുക്ക് കുറച്ച് റംബൂട്ടാനും കൂടി കിട്ടി. അപ്പൊ ഇത് പോയിട്ട് ഞാൻ കഴിക്കട്ടെ. അപ്പൊ ഓക്കെ ബൈ. ഇത്രയുള്ള നാളെ അടുത്തൊരു വീഡിയോയിൽ കാണാം.